യുക്രൈൻ തലസ്ഥാനമായ കീവിലെ സൈനിക നയതന്ത്ര കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് വൻ ആക്രമണം ഉണ്ടായേക്കുമെന്ന റഷ്യയുടെ കടുത്ത മുന്നറിയിപ്പിന് പിന്നാലെ മോസ്കോയെ നേരിട്ട് അപലപിക്കാൻ തയ്യാറാകാതെ അമേരിക്ക സ്വീകരിച്ച നിലപാട് അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. റഷ്യൻ ഭീഷണികൾക്ക് മുന്നിൽ പതറാതെ നിൽക്കുന്ന യുക്രൈന് വലിയൊരു തിരിച്ചടിയാണ് വാഷിംഗ്ടണിന്റെ ഈ പുതിയ തണുപ്പൻ പ്രതികരണം. യുദ്ധം കൂടുതൽ വഷളാകാതിരിക്കാനും ആഗോളതലത്തിലുള്ള വലിയൊരു സൈനിക ഏറ്റുമുട്ടൽ ഒഴിവാക്കാനുമുള്ള അമേരിക്കയുടെ തന്ത്രപരമായ പിന്മാറ്റമായാണ് നയതന്ത്ര വിദഗ്ധർ ഇതിനെ വിലയിരുത്തുന്നത്. റഷ്യയുടെ പുതിയ ഭീഷണികളെയും സൈനിക നീക്കങ്ങളെയും കുറിച്ച് US സെനറ്റർ മാർക്കോ റൂബിയോ നടത്തിയ പ്രസ്താവനകൾ അമേരിക്കൻ നിലപാടിന്റെ ആഴം വ്യക്തമാക്കുന്നതാണ്. യുക്രൈൻ തലസ്ഥാനമായ കീവ് നിലവിൽ അതീവ അപകടകരമായ ഒരു മേഖലയായി മാറിയിരിക്കുകയാണെന്നാണ് അദ്ദേഹം പരസ്യമായി സമ്മതിച്ചിരിക്കുന്നത്. യുദ്ധത്തിന്റെ ഈ ഘട്ടത്തിൽ ഇരുപക്ഷത്തു നിന്നും ഉണ്ടാകുന്ന പ്രത്യാക്രമണങ്ങൾ നിയന്ത്രണാതീതമായ ഒരു വലിയ നാശത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കുമെന്നും ഈ ഒരു ദുരന്ത വലയത്തെ അതീവ ജാഗ്രതയോടെ കാണണമെന്നും റൂബിയോ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. റഷ്യൻ ഔദ്യോഗിക വൃത്തങ്ങൾ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് സ്റ്റാരോബെൽക്സ് മേഖലയിൽ യുക്രൈൻ നടത്തിയ മാരകമായ ഡ്രോൺ ആക്രമണത്തിനുള്ള മറുപടിയായാണ് കീവിന് നേരെ പുതിയ സൈനിക നടപടിക്ക് മോസ്കോ ഒരുങ്ങുന്നത്. തങ്ങളുടെ ജനവാസ മേഖലകളെയും സൈനിക കേന്ദ്രങ്ങളെയും തകർക്കാൻ ലക്ഷ്യമിട്ട് യുക്രൈൻ നടത്തിയ ഈ ആക്രമണത്തെ റഷ്യ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. ഇതിന് കൃത്യമായ വില നൽകേണ്ടി വരുമെന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ നിലപാടിന്റെ തുടർച്ചയായാണ് കീവിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള പുതിയ ഭീഷണി. എന്നാൽ സ്റ്റാരോബെൽക്സ് ആക്രമണത്തിന് പിന്നിൽ തങ്ങളാണെന്ന റഷ്യയുടെ ആരോപണങ്ങളെ യുക്രൈൻ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. റഷ്യൻ ഭരണകൂടം ഉന്നയിക്കുന്ന ഇത്തരം വാദങ്ങൾ വെറും കെട്ടിച്ചമച്ച നുണപ്രചരണങ്ങൾ മാത്രമാണെന്നാണ് യുക്രൈൻ ഔദ്യോഗികമായി പ്രതികരിച്ചത്. കീവിനെ ലക്ഷ്യമിട്ട് വൻ വ്യോമാക്രമണങ്ങൾ നടത്തുന്നതിനായി റഷ്യ ആസൂത്രണം ചെയ്ത ഒരു പുതിയ തന്ത്രത്തിന്റെ ഭാഗമായാണ് ഇത്തരം വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും യുക്രൈൻ ഭരണകൂടം ആരോപിക്കുന്നു. ഈ പുതിയ അന്താരാഷ്ട്ര പ്രതിസന്ധിക്കിടെ റഷ്യയെ കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് ലോകത്തിലെ പ്രമുഖ രാജ്യങ്ങൾ ഒപ്പിട്ട സംയുക്ത നയതന്ത്ര പ്രസ്താവന പുറത്തു വന്നത് ശ്രദ്ധേയമാണ്. റഷ്യയുടെ ഭീഷണികൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും കീവിന് നേരെയുള്ള ആക്രമണ നീക്കങ്ങളിൽ നിന്നും മോസ്കോ പിന്തിരിയണമെന്നും ഡസൻ കണക്കിന് രാജ്യങ്ങൾ ഒപ്പിട്ട ഈ പ്രസ്താവന ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഈ സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെക്കാൻ അമേരിക്ക തയ്യാറായില്ല എന്നത് പാശ്ചാത്യ സഖ്യത്തിനുള്ളിൽ വലിയ ഭിന്നതകൾക്ക് കാരണമായിട്ടുണ്ട്. സംയുക്ത പ്രസ്താവനയിൽ നിന്നും അമേരിക്ക വിട്ടുനിന്നത് വാഷിംഗ്ടണിന്റെ യുക്രൈൻ നയങ്ങളിൽ വന്ന വലിയ മാറ്റത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിദേശ നയങ്ങളോട് ചേർന്ന് പോകുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ അമേരിക്കൻ നയതന്ത്ര നീക്കങ്ങൾ രൂപപ്പെടുന്നത് എന്നാണ് വിലയിരുത്തൽ. റഷ്യയെ പരസ്യമായി പിണക്കാതെയും എന്നാൽ യുക്രൈനുള്ള പിന്തുണ പൂർണ്ണമായി പിൻവലിക്കാതെയും ഒരു മധ്യവർത്തി നിലപാട് സ്വീകരിക്കാനാണ് വൈറ്റ് ഹൗസ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അമേരിക്കയുടെ ഈ നിസ്സംഗത യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിക്കും അദ്ദേഹത്തിന്റെ സൈനിക നേതൃത്വത്തിനും വലിയ ആശങ്കയാണ് സമ്മാനിക്കുന്നത്. തങ്ങളുടെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇത്തരമൊരു നിർണായക ഘട്ടത്തിൽ റഷ്യൻ ഭീഷണിയെ അപലപിക്കാൻ തയ്യാറാകാത്തത് യുക്രൈന്റെ ആത്മവിശ്വാസത്തെ ബാധിച്ചേക്കാം. പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്നുള്ള സാമ്പത്തിക സൈനിക സഹായങ്ങൾ വരും ദിവസങ്ങളിൽ കുറഞ്ഞേക്കുമെന്ന സൂചനയും ഇത് നൽകുന്നുണ്ട്. യുദ്ധം മറ്റൊരു ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന കടുത്ത നാശനഷ്ടങ്ങളെക്കുറിച്ചാണ് പെന്റഗണും റൂബിയോയും ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. ആയുധങ്ങൾ വാരിക്കോരി നൽകി യുദ്ധം നീട്ടിക്കൊണ്ടു പോകുന്നതിന് പകരം ഇരുപക്ഷത്തെയും ചർച്ചകളുടെ മേശയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് തങ്ങളുടെ പ്രഥമ പരിഗണന എന്ന് അമേരിക്ക പരോക്ഷമായി വ്യക്തമാക്കുന്നു. റഷ്യയുടെ ഓഷനിക് മിസൈൽ പ്രയോഗത്തിന് ശേഷമുള്ള ഭീതിതമായ അന്തരീക്ഷത്തിൽ കൂടുതൽ പ്രകോപനങ്ങൾക്ക് വാഷിംഗ്ടൺ മുതിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. മോസ്കോയുടെ ഭാഗത്തു നിന്നും കീവിനെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ വരും മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്ന രഹസ്യാന്വേഷണ വിവരങ്ങൾ നിലവിലുണ്ട്. തങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളെയും പൗരന്മാരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ കടുത്ത യാത്രാവിലക്കുകൾ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ റഷ്യയുമായുള്ള നേരിട്ടൊരു ഏറ്റുമുട്ടൽ അമേരിക്ക ആഗ്രഹിക്കുന്നില്ല. ഈ ഒരു സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യമാണ് സംയുക്ത പ്രസ്താവനയിൽ നിന്നും മാറി നിൽക്കാൻ അമേരിക്കയെ പ്രേരിപ്പിച്ചത്. നാറ്റോ സഖ്യകക്ഷികളായ മറ്റു യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യക്കെതിരെ കടുത്ത നിലപാടുമായി മുന്നോട്ടു പോകുമ്പോൾ അമേരിക്ക മാറി നിൽക്കുന്നത് യൂറോപ്യൻ സുരക്ഷാ സഖ്യത്തിലും വലിയ വിള്ളലുകൾ ഉണ്ടാക്കിയേക്കാം. ഫ്രാൻസും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ യുക്രൈന് ശക്തമായ പിന്തുണ പ്രഖ്യാപിക്കുമ്പോഴും വാഷിംഗ്ടൺ പുലർത്തുന്ന ഈ നയതന്ത്രപരമായ മൗനം
ആഗോള രാഷ്ട്രീയത്തിലെ അധികാര സമവാക്യങ്ങൾ മാറിമറിയുന്നതിന്റെ തെളിവാണ്. റഷ്യയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ പരിശോധിച്ചാൽ അമേരിക്കയുടെ ഈ നിലപാടിനെ അവർ സ്വാഗതം ചെയ്യുന്നതായാണ് കാണാൻ കഴിയുക. പാശ്ചാത്യ സഖ്യത്തിൽ നിന്നും അമേരിക്കയെ പരോക്ഷമായി അകറ്റാൻ പുടിൻ നടത്തുന്ന ശ്രമങ്ങൾക്ക് ഈ നീക്കം കൂടുതൽ ബലം നൽകും. ട്രംപ് ഭരണകൂടം അധികാരമേൽക്കുന്നതോടെ യുക്രൈൻ യുദ്ധത്തിൽ ഒരു വലിയ താൽക്കാലിക വെടിനിർത്തൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷ റഷ്യൻ വൃത്തങ്ങളും പങ്കുവെക്കുന്നുണ്ട്. കീവിലെ സാധാരണ ജനങ്ങൾക്കിടയിൽ റഷ്യയുടെ ഈ പുതിയ മുന്നറിയിപ്പുകൾ വലിയ പരിഭ്രാന്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും നഗരത്തിനുമേൽ റഷ്യൻ മിസൈലുകൾ പതിക്കാമെന്ന ഭീതിയിലാണ് ജനങ്ങൾ കഴിയുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണ പ്രതീക്ഷിച്ച യുക്രൈന് അമേരിക്കയുടെ ഈ നിലപാട് മാറ്റം വലിയൊരു രാഷ്ട്രീയ തിരിച്ചടിയായി മാറുകയാണ്. യുദ്ധരംഗത്തെ ഈ പുതിയ സംഭവ വികാസങ്ങൾ അന്താരാഷ്ട്ര എണ്ണ സാമ്പത്തിക വിപണികളെയും ബാധിച്ചിട്ടുണ്ട്. അമേരിക്കയും റഷ്യയും തമ്മിലുള്ള നയതന്ത്ര നീക്കങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ലോകരാജ്യങ്ങൾ. വരും ദിവസങ്ങളിൽ യുക്രൈൻ പ്രതിസന്ധി പരിഹരിക്കാൻ അമേരിക്കയുടെ ഭാഗത്തു നിന്നും പ്രത്യേക ദൂതന്മാർ മോസ്കോ സന്ദർശിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങളും ശക്തമാണ്. അമേരിക്കയുടെ ഈ പുതിയ നിലപാടിനെ കുറിച്ച് വിശദമായ ചർച്ചകൾ നടത്താൻ യുക്രൈൻ നയതന്ത്രജ്ഞർ വാഷിംഗ്ടണുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. തങ്ങളെ പൂർണ്ണമായും കൈവിട്ട് കളയരുത് എന്ന അഭ്യർത്ഥനയാണ് കീവ് മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ തങ്ങളുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്കും ആഗോള സമാധാനത്തിനും മുൻഗണന നൽകിക്കൊണ്ട് മാത്രമായിരിക്കും ഇനിമേൽ തീരുമാനങ്ങൾ ഉണ്ടാവുക എന്ന സന്ദേശമാണ് അമേരിക്ക നൽകുന്നത്. കീവിലെ റഷ്യൻ ആക്രമണ ഭീഷണിക്ക് മേൽ അമേരിക്ക സ്വീകരിച്ചിരിക്കുന്ന ഈ തന്ത്രപരമായ നിലപാട് മാറ്റം യുക്രൈൻ യുദ്ധത്തിന്റെ ഭാവി നിർണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കും. മോസ്കോയെ പരസ്യമായി അപലപിക്കാൻ തയ്യാറാകാത്ത വാഷിംഗ്ടണിന്റെ നീക്കം ട്രംപിന്റെ പുതിയ സമാധാന പദ്ധതികളുടെ തുടക്കമാണോ അതോ യുക്രൈനെ കൈവിടുന്നതിന്റെ സൂചനയാണോ എന്ന് വരും ദിവസങ്ങളിലെ അന്താരാഷ്ട്ര ചലനങ്ങളിൽ നിന്ന് വ്യക്തമാകും. എന്തു തന്നെയായാലും ലോകം ഇപ്പോൾ അതീവ സങ്കീർണമായ ഒരു നയതന്ത്ര യുദ്ധത്തിനാണ് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്.